ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് അഡോബി പ്രീമിയർ പ്രോന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയ്ക്കകത്ത് പ്രീമിയർ പ്രോന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ന്യൂ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് സീക്വൻസ്, എങ്ങനെയാണ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിന്റെ ഫസ്റ്റത്തെ വീഡിയോ കൂടി കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് നോക്കുന്ന സോഴ്സ് മൗണ്ടറിനെ കുറിച്ചാണ്. സോഴ്സ് മൗണ്ടറിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അവയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു സോഴ്സ് മൗണ്ടറിനെ കുറിച്ചാണ് ഫുള്ളായിട്ട് നോക്കുന്നത്. ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്നതാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്ത് എങ്ങനെയാണ് ഒരു വീഡിയോ കൊണ്ടുവരുന്നതെന്നും അതുപോലെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്ലേ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോഴ്സ് മൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ടൈം ലൈനിലേക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോയുടെ അല്ലെങ്കിൽ ഓഡിയോയുടെ പോർഷൻസ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്തുള്ള ഓരോ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിനകത്ത് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ഹെഡ് പൊസിഷൻ കാണാവുന്നതാണ്. അതായത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് പ്ലേ ഹെഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പ്ലേ ഹെഡ് നമ്മൾ ഈ ഒരു ടൈം ലൈനകത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഹവേഴ്സ് ആണ്. അതുപോലെ തന്നെ മിനിറ്റ്, സെക്കൻഡ്സ്, അതുപോലെ ഫ്രെയിമും കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലേ ഹെഡിൻ്റെ പൊസിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ആയിട്ടിരിക്കുന്നത് കാണാം. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കുറച്ച് പെർസെൻറ്റേജ് വരുന്ന കാണാം. 10%, 25%, അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വാല്യൂസ് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നമുക്ക് അല്പം സൂം ചെയ്ത് കാണണം. അതായത് ഈ ഒരു സോഴ്സ് മൗണ്ടറിനെ അല്പം സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വാല്യൂ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ 75% സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സോഴ്സ് മൗണ്ടർ ഇവിടെ സൂം ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ ഒരു വീഡിയോ സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി ഇതിനടുത്തായിട്ട് അതായത് ഇവിടെ സെൻറ്ററിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിലെ ആദ്യത്തെ ഓപ്ഷനാണ് ഡ്രാഗ് വീഡിയോ ഉള്ളി, അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഡ്രാഗ് ഓഡിയോ ഉള്ളി. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നിന്ന് ഫിറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതിനോടൊപ്പം തന്നെ ഓഡിയോ കൂടി ഉള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ടൈം ലൈനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെയുള്ള ഓഡിയോ ആവശ്യമില്ല, ഈ ഒരു വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രാഗ് വീഡിയോ ഉള്ളി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടൈം ലൈനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം വീഡിയോ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ പ്രോഗ്രാം മൗണ്ടറിൽ കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് വീഡിയോ ആവശ്യമില്ല, ഇവിടെ നിന്ന് ഓഡിയോ മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഡിയോ ട്രാക്കിനകത്ത് നമ്മൾ ഓഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഓഡിയോനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി അതുമല്ല നമുക്ക് ഈ ഒരു വീഡിയോയും ഓഡിയോയും ഒരുമിച്ച് നമുക്ക് ഈ ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോയുടെ ട്രാക്കിനകത്ത് വീഡിയോ വന്നിട്ടുണ്ട്, അതുപോലെ ഓഡിയോയുടെ ട്രാക്കിനകത്ത് ഓഡിയോയും വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും ഓഡിയോ ഒരുമിച്ചാണുള്ളത്, അതായത് ഇത് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയും അതുപോലെ ഈ ഓഡിയോ ഒക്കെ എങ്ങനെയാണ് അൺലിങ്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകൾ നോക്കാം. അതുപോലെ ഈ ഒരു ടൈം ലൈനെ കുറിച്ചും നമുക്ക് വരുന്ന ക്ലാസ്സുകൾ നോക്കാം. അപ്പോൾ ഈ ഒരു ടൈം ലൈനിലേക്ക് എങ്ങനെയാണ് വീഡിയോയും അതുപോലെ ഓഡിയോ കൊണ്ടുവരുന്നതെന്ന് അങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് ഞാൻ ഫുള്ളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് താഴെയായിട്ട് 1/2 അതുപോലെ 1/4 എന്നൊക്കെ കാണാം. ഇത് മറ്റൊന്നുമല്ല, നമ്മളിവിടെ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോയുടെ റെസൊല്യൂഷനാണ് ഇത് കാണിക്കുന്നത്. നമുക്കിവിടെ ഫുൾ റെസൊല്യൂഷനിലാണ് വീഡിയോ പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഫുള്ളാണ് സെലക്ട് ചെയ്യുന്നത്. അതിനടുത്തായിട്ട് സെറ്റിങ്സ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സോഴ്സ് മൗണ്ടറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ കാണാവുന്നതാണ്. ഇതിനകത്ത് ഓഡിയോ വേവ് ഫോം നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഴ്സ് മൗണ്ടറിനകത്ത് നമുക്ക് ഓഡിയോ വേവ് ഫോം മാത്രമായിട്ട് കാണാവുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു ഡ്രാഗ് ഓഡിയോ ഉള്ളി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓഡിയോ വേവ് ഫോം ആണ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ വീഡിയോ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഞാൻ വീണ്ടും ഈ ഒരു ഓഡിയോ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ ഓഡിയോ വേവ് ഫോം കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഓഡിയോ വേവ് ഫോമും അതുപോലെ വീഡിയോയും മാറ്റി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് താഴെയായിട്ട് വരുന്നതാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈം ലൈൻ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടൈം ലൈനിൻ്റെ താഴെയായിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നത് കാണാം.
ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം. അതിന് മുൻപായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ചിലപ്പോൾ ഈ ഒരു സോഴ്സ് മോണിറ്ററിന് താഴെയായിട്ട് ഇത്രയും ബട്ടണുകൾ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ഐക്കണിൽ പോകാം. ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബട്ടണുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള ബട്ടൺ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഒരു പാനലിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ഒരു സേഫ് മാർജിൻ എന്നുള്ള ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാനലിനകത്ത് ഈ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബട്ടണുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ മിക്ക ബട്ടണുകളും ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റീസെറ്റ് ലേഔട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ബട്ടണുകൾ മാത്രമേ ഈ ഒരു പാനലിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിതിന് ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ബട്ടൺ എന്താണെന്ന് നോക്കാം. ഇത് വരുന്നത് മാർക്കറാണ്. ഇതിൻ്റെ ഷോർട്ട് കീ വരുന്നത് എം ആണ്. അപ്പോൾ ഈ ഒരു മാർക്കർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള പോർഷൻസ് എനിക്ക് ഈ ഒരു ടൈം ലൈനിനകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയുടെ കുറച്ച് പോർഷൻസ് അവിടുന്ന് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ടൈം ലൈനിനകത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു പ്ലേ ഹെഡിനെ ഇവിടുന്ന് ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോനെ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പ്ലേ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ യൂസ് ചെയ്താലും മതി. ഞാനിവിടെ ഇതിനെ പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ മുതൽ അല്പം മുമ്പോട്ടുള്ള പോർഷൻ വീഡിയോ എനിക്ക് ഈ ഒരു ടൈം ലൈനകത്തേക്ക് കൊണ്ടുവരണം. പക്ഷേ ഞാനിപ്പോൾ കൊണ്ടുവരുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഏതെല്ലാം പോർഷനാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഇവിടേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു മാർക്കർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മാർക്കറിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എം പ്രസ് ചെയ്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രീൻ കളറിൽ ഇവിടെ ഒരു മാർക്കർ പോയിന്റ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഈ വീഡിയോനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പൊസിഷൻ വരെയുള്ള വീഡിയോ ആണ് ആവശ്യമുള്ളത്. ഞാനിവിടെ വീണ്ടും എം പ്രസ് ചെയ്തുകൊണ്ട് ഒരു മാർക്കർ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ 2 മാർക്കർ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കറിനകത്തുള്ള വീഡിയോ നമുക്ക് ഈ ഒരു ടൈം ലൈനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത മാർക്കർ സെറ്റ് ചെയ്യാം. വീണ്ടും ഞാൻ മാർക്കർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ മാർക്കർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 6 മാർക്കർ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറിലുള്ള ആ വീഡിയോ എനിക്ക് ഈ ഒരു ടൈം ലൈനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇനി വരുന്ന ബട്ടണുകൾ എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാർക്കർ പോയിന്റിനെ മാർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി രണ്ടാമതായിട്ട് വരുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഗോ ടു നെക്സ്റ്റ് മാർക്കറാണ്. ഇതിന് ഷോർട്ട് കീ വരുന്നത് ഷിഫ്റ്റ് എം ആണ്. അതായത് ഈ ഒരു പ്ലേഡിന് ശേഷം വരുന്ന മാർക്കർ പോയിന്റിനകത്തേക്ക് ഈ ഒരു പ്ലേഡിനെ ജമ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബട്ടൺ വരുന്ന ഗോ ടു പ്രീവിയസ് മാർക്കറാണ്. ഇതിൻ്റെ ഷോർട്ട് കീ വരുന്ന കൺട്രോൾ ഷിഫ്റ്റ് എം ആണ്. ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറിന് മുമ്പായിട്ട് വരുന്ന ഏതെങ്കിലും മാർക്കർ പോയിന്റിനകത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്ലേഡിന് മുൻപായിട്ടാണ് ഇവിടെ മാർക്കർ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരം ഈ ഒരു തേർഡ് ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് പ്രീവിയസ് മാർക്കറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടുന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്ലേഡിന് മുൻപായിട്ടുണ്ടായിരുന്ന ഈ ഒരു മാർക്കറിനകത്തേക്ക് ഈ ഒരു പ്ലേ ഹെഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലേ ഹെഡ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു മാർക്കർ പോയിന്റിനകത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിലും ഈസി ആയിട്ട് തന്നെ ഈ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് മാർക്കറിനകത്തേക്ക് വരാവുന്നതാണ്. ഞാൻ ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രീവിയസ് മാർക്കർ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു മാർക്കറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 ബട്ടണും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഫസ്റ്റത്തെ മാർക്കർ പോയിന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്ന 2 ബട്ടണുകൾ കൂടി നമുക്ക് നോക്കാം. എങ്കിലാണ് നമുക്ക് ഈ ഒരു മാർക്കർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു 4th ബട്ടൺ എന്ന് പറയുന്നത് മാർക്കിനാണ്. ഇതിൻ്റെ ഷോർട്ട് കീ വരുന്നത് ഐ ആണ്. അതുപോലെ 5th ബട്ടൺ എന്ന് പറയുന്നത് മാർക്ക് ഔട്ടാണ്. ഇതിൻ്റെ ഷോർട്ട് കീ വരുന്നത് ഒ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ഫസ്റ്റത്തെ മാർക്കറിനകത്ത് ഈ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മാർക്കിൻ എന്നുള്ള ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഐ പ്രസ് ചെയ്താലും മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രേ കളറിൽ ഇവിടെ മാർക്കിൻ വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ഈ ഒരു മാർക്കർ പോയിന്റ് മുതൽ ഈ ഒരു മാർക്കർ പോയിന്റ് വരെയുള്ള വീഡിയോയാണ് ഈ ഒരു ടൈം ലൈനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനകത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മാർക്കറിനകത്തേക്ക് ഈ ഒരു പ്ലേ ഹെഡ് എത്താനായിട്ട് ഞാൻ ഈ ഒരു ഗോ ടു നെക്സ്റ്റ് മാർക്കർ എന്നുള്ള ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിനകത്തേക്ക് ഈ പ്ലേ ഹെഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മാർക്ക് ഔട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ബട്ടൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ 2 പോയിന്റിനകത്തുള്ള പോർഷൻ ഇവിടെ മാർക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടൈം ലൈനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു പോർഷൻ മാത്രമായിരിക്കും ടൈം ലൈനകത്ത് വരികയുള്ളൂ. ഇതിന് നമുക്ക് അല്പം ഒന്ന് സൂം ചെയ്യാം. അതിനായിട്ട് കീബോർഡിനകത്തുള്ള പ്ലസ് കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും അടുത്തായിട്ട് ഈ ഒരു പോയിന്റിനകത്തേക്ക് വരാം. നമുക്കിവിടെ മാർക്കിംഗ് കൊടുക്കാം. വീണ്ടും നമുക്ക് നെക്സ്റ്റ് പോയിന്റിനകത്തേക്ക് പ്ലേ ഹെഡിനെ കൊണ്ടുപോകാം. നമുക്കിവിടെ മാർക്ക് ഔട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ വീഡിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീഡിയോൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വീഡിയോ വ്യൂ ചെയ്തതിന് ശേഷം ഈ ബട്ടണുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഈ ഒരു ടൈം ലൈനകത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത്രയും ബട്ടണുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് വരുന്ന ഈ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇതും ഈ ഒരു മാർക്കിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷനുകളാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോ ടു ഇൻ ആണ്. ഇതിൻ്റെ ഷോർട്ട് കീ വരുന്നത് ഷിഫ്റ്റ് ഐ ആണ്. അതായത് നമ്മളിവിടെ മാർക്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിനകത്തേക്ക് ഈ ഒരു പ്ലേഡ് വരുന്നതാണ്. അതായത് നമ്മൾ മുൻപ് ഈ 2 ബട്ടണുകളെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മാർക്കർ പോയിന്റിനകത്തേക്ക് കറക്റ്റായിട്ട് പ്ലേഡിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടണുകൾ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ 2 ബട്ടണുകൾ യൂസ് ചെയ്യുന്ന മാർക്കിനകത്തേക്കും മാർക്ക് ഔട്ടിനകത്തേക്കും പ്ലേഡിനെ ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മാർക്ക് ഔട്ടിനകത്താണ് ഈ ഒരു പ്ലേഡിൻ്റെ പൊസിഷൻ. ഇനി ഇത് മാർക്കിനകത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പ്ലേഡ് ഇവിടെ മാർക്കിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബട്ടൺ വരുന്ന മാർക്ക് ഔട്ടാണ്. നമ്മളിത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് ഔട്ടിനകത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് വരുന്ന ബട്ടൺ എന്ന് പറയുന്നത് പ്ലേ വീഡിയോ ഇൻ ടു ഔട്ടാണ്. അതായത് ഈ ഒരു മാർക്കിനകത്തും മാർക്ക് ഔട്ടിനും ഇടയിലുള്ള ആ ഒരു പോർഷൻ വീഡിയോനെ മാത്രം പ്ലേ ചെയ്ത് നോക്കാനായിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു മാർക്കിൻ മുതൽ മാർക്ക് ഔട്ട് വരെയുള്ള പോർഷൻ ഇവിടെ വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്ന ബട്ടൺ എന്ന് പറയുന്നത് ക്ലിയറിനും അതിനുശേഷം വരുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ ക്ലിയർ ഔട്ടുമാണ്. അപ്പോൾ ഈ 2 ബട്ടൺസും എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ നെയിം പോലെ തന്നെ നമ്മുടെ മാർക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണിത്. ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഇൻ മാർക്ക് ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് മാർക്കും ക്ലിയർ ആവുന്നതാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഔട്ട് മാർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാർക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബട്ടണുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മാർക്കർ പോയിന്റുകളെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കിന് മാർക്ക് ഔട്ട് ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ഓൾ മാർക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ മാർക്കർ പോയിന്റുകളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്ന പ്ലേ ബട്ടണാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന ബട്ടൺ എന്ന് പറയുന്നത് പ്ലേ അറൗണ്ട് ആണ്. ഈ ഒരു പ്ലേ അറൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലേഡിന് ചുറ്റുപാടുമുള്ള ഒരു വീഡിയോനെ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്ലേഡിൻ്റെ പൊസിഷനിൽ നിന്ന് അല്പം പിറകിലേക്കും അല്പം മുൻപിലേക്കുമുള്ള പോർഷനെ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വ്യൂ ചെയ്ത് കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു ബട്ടണെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലേഡിന് പുറകിലേക്കുള്ള പോർഷനും അതുപോലെ പ്ലേഡിന് ശേഷം വരുന്ന അല്പം പോർഷനും ഇവിടെ പ്ലേ ആവുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഒരു ബട്ടൻ്റെ യൂസ് ഇത് തന്നെയാണ്. ഇനി അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ബാക്ക് 1 ഫ്രെയിം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അതായത് ഈ ഒരു പ്ലേഡിൻ്റെ പുറകിലേക്കുള്ള ഒരു ഫ്രെയിമിലേക്ക് ഇത് ബാക്ക് അടിച്ച് കാണിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്ലേഡിൻ്റെ പുറകിലേക്ക് ഒരു ഫ്രെയിമിലേക്ക് ഇത് ജമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത ബട്ടൺ വരുന്ന സ്റ്റെപ്പ് ഫോർവേഡ് 1 ഫ്രെയിമാണ്. നമ്മൾ ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ പ്ലേഡിന് മുമ്പിലേക്കുള്ള ഒരു ഫ്രെയിമിലേക്ക് ഇത് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഈ 2 ബട്ടണുകളുടെ യൂസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ബട്ടണുകൾ യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു പ്ലേഡിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ ബട്ടൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ഫ്രെയിമിനകത്തേക്ക് ഇത് ജമ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനായിട്ടാണ് ഈ 2 ബട്ടണുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബട്ടണായിട്ടുള്ള ഇൻസേർട്ട് എന്താണെന്ന് നോക്കാം. ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സോഴ്സ് മോണിറ്ററിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനെ ഈ ഒരു സീക്വൻസിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള അതായത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് ഈ ഒരു സീക്വൻസിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു സീക്വൻസിനകത്ത് പ്ലേഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബിഗിനിങ്ങിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ടൈം ലൈനകത്ത് വീഡിയോ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മാർക്കിൻ കൊടുക്കാം. ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മാർക്കിൻ മുതൽ മാർക്ക് ഔട്ട് വരെയുള്ള പോർഷനാണ് ഈ ഒരു സീക്വൻസിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കർ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേഡ് നിൽക്കുന്ന പൊസിഷനിലായിരിക്കും ഈ ഒരു പോർഷൻ വീഡിയോ വരുന്നത്. അതായത് ഈ ഒരു പ്ലേഡിന് ശേഷം വരുന്ന ഈ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി തന്നെ മുമ്പിലേക്ക് മൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഇത്രയും പോർഷൻ വീഡിയോ ഒരു സീക്വൻസിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കലി തന്നെ മുമ്പിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസേർട്ട് ബട്ടൺ ഇതിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ള ബട്ടൺ നോക്കാം. ഈ ഒരു ബട്ടൺ വരുന്ന ഓവർ റൈറ്റ് ആണ്. അതായത് ഈ ഒരു പ്ലേയായിട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനിലായിരിക്കും ഈ ഒരു വീഡിയോ ഓവർ റൈറ്റ് ആവുന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി മുമ്പിലേക്ക് മൂവ് ആവില്ല. ഈ ഒരു വീഡിയോയുടെ മുകളിലായിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഓവർ റൈറ്റ് ആവുന്നത്.
ഞാൻ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ അല്പം ഒന്ന് മുമ്പിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ കൾച്ചർ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഹാൻഡ് ഐക്കൺ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും പോർഷൻ വീഡിയോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഓവർ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം മുൻപുണ്ടായിരുന്ന ആ ഒരു വീഡിയോയുടെ മുകളിലേക്ക് ഇത്രയും പോർഷൻ ഇവിടെ ഓവർ റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർ റൈറ്റ് ആണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് വരുന്ന ബട്ടൺ എന്ന് പറയുന്നത് ലൂപ്പ് പ്ലേ ബാക്ക് ആണ്. ഈ ഒരു ബട്ടൺ നമ്മൾ ഇനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലൈനകത്ത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻഡിൽ വന്ന് ഇവിടെ സ്റ്റോപ്പ് ആവുന്നതല്ല, വീണ്ടും ബിഗിനിങ്ങിൽ മുതൽ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ നമ്മൾ അതിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോർഷനകത്ത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഓൾറെഡി തന്നെ ഈ ഒരു ബട്ടൺ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പ്ലേ വീഡിയോ ഇൻ ടു ഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പ്ലേ ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ആകുന്നില്ല, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ നമ്മൾ അതിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ താഴെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബട്ടൺ കൂടി നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സേഫ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു സേഫ് മാർജിൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർജിൻ അകത്തായിട്ട് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മോണിറ്ററിലൊക്കെ വ്യൂ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റുകളോ കാര്യങ്ങളൊന്നും കട്ടായി പോകാതെ തന്നെ നമുക്ക് ഈ ഒരു മാർജിൻ അകത്ത് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഇവിടെ ഒരു എക്സ്പോർട്ട് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് കീ വരുന്ന Ctrl+Shift+E ആണ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫ്രെയിമിലാണോ ഈ ഒരു പ്ലേ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു പോർഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള നെയിം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏത് ഫോർമാറ്റിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രെയിമിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ JPG ഫോർമാറ്റ് ഉണ്ട്, PNG, അതുപോലെ ടിഫ് ഒക്കെ ഉണ്ട്. നമുക്ക് JPG ഫോർമാറ്റിലേക്ക് ഈ ഒരു ഫ്രെയിമിന് ഇമേജ് ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബ്രൗസ് ഉണ്ട്. ഈ ഒരു ബ്രൗസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രെയിം JPG ഫോർമാറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഈ ഒരു സീക്വൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം മൗണ്ടറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.